ബാലേട്ടാ ഫുള്ള് പൈസ കണക്കാണല്ലോ. ഒക്കെ കിട്ടാനില്ലായിക്കില്ലേ? അവർക്ക് കിട്ടാനുള്ളതാ. ഇതിന് ഉടമസ്ഥർക്കേ അവർക്ക് കിട്ടാനുള്ളതാണെന്ന്. ആര് കൊടുക്കേ? നിങ്ങളോ? എന്നാ പിന്നെ കണക്ക് എഴുതിക്കണോ? നിങ്ങൾ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കലുണ്ടോ? എടാ അതല്ലേ, ഇത് നമ്മൾ കൊടുക്കുന്നുണ്ടോ വാങ്ങുന്നുണ്ടോ എന്നുള്ളതല്ല. ഇതാ സുധാകരൻ 25,000 രൂപ, മുഹമ്മദ് കോയ 15,000 രൂപ. ഇതിങ്ങനെ എഴുതുമ്പോ ഒരു സുഖം. ഈ സുഖമൊക്കെ കണ്ടത് ഇങ്ങനെ എഴുതിച്ചാൽ നമ്മളിങ്ങനെ ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോ വെറുതെ ഒന്ന് വായിക്കാം. അപ്പൊ വേറൊരു സുഖം. അവരെത്രയോ വിശ്വസിച്ച് തന്നത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. അതാലോചിക്കുമ്പോ വേറൊരു സുഖം. എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി സുഖം കിട്ടുന്ന ഒരു പരിപാടിയായിട്ടാ ഞാൻ വന്നത്. എന്ത് പരിപാടി? ഞാനൊരു അടിപൊളി NRI വിദേശ മലയാളിനെ പരിചയപ്പെട്ടില്ലേ? അതിന് അയാള് നമ്മുടെ നാട്ടിലൊരു ഫാക്ടറി തുടങ്ങാൻ പോവല്ലേ, ചെമ്മീൻ ഫാക്ടറി. അയാൾ ഇവിടെ ഫാക്ടറി തുടങ്ങുന്നത് ഞാൻ എന്ത് ചെയ്യാനാ? ഈ ചെമ്മീൻ ഇങ്ങനെ പിടിക്കാൻ പോണോ? ബാലേട്ടാ, അതിന്റെ പ്രധാന നടത്തിപ്പുകാരനാരാ? ഏതോ കിഴങ്ങനായിരിക്കും. ആ കിഴങ്ങനാണ് നിങ്ങള്. ബാലേട്ട നിങ്ങളെ ഉറപ്പിച്ച് ഇതിന്റെ പ്രധാന നടത്തിപ്പുകാരനായിട്ട്. ആണാ? അയാള് സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാണ്ട്. അപ്പൊ മണ്ടേ അയാള് ഗൾഫ് മലയാളിയല്ലേ എന്ന് വെച്ചിട്ട് പൂത്ത പൈസക്കാരെ നമ്മൾ പെട്ടെന്ന് തന്നെ അയാളെ കാണുന്ന കാര്യങ്ങൾ ഉറപ്പിക്കുന്നു. ഇത് ഏത് ഞാനറിയാത്തൊരു മണ്ട നമ്മുടെ നാട്ടില്? അതൊക്കെ ഉണ്ട്. അതായത് ഇവിടെ മൊത്തം നമുക്ക് കൊഞ്ചം പറമ്പാക്കണം. കൊഞ്ചം പറമ്പ് എന്ന് കേട്ടോ? എന്ത് കൊഞ്ചം? ചെമ്മീൻ. ചെമ്മീൻ കേട്ടാ. ഈ ചെമ്മീനെ പറ്റി പറയുമ്പോ എനിക്ക് ചെമ്മീൻ മാങ്ങയൊക്കെ മുറിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് മുരിങ്ങാക്കൊല്ല മുറിച്ചിട്ട് അയ്യോ ചെമ്മീൻ എത്ര മൂപ്പര് അടിക്കാന്ന് ചോദിച്ചോക്ക്. എന്റെ അമ്മ ചെമ്മീൻ വറുത്തത്, പൊരിച്ചത്, കരിച്ചത് എന്ന് വേണ്ട എല്ലാ സാധനവും എനിക്ക് ഇഷ്ടം. അതിൽ ചാകര വരുന്ന സീന് മാത്രം മൂപ്പര് 10-150 പ്രാവശ്യം കണ്ടു. അതിന് മാത്രം? അത് കാണാൻ വേണ്ടി മാത്രം. സിനിമയിൽ ആരൊക്കെ അതിലാരല്ല? ജയൻ കണ്ണും കണ്ണും അല്ലേ? ജയനല്ല, അതെ പടം കണ്ണും കരിമ്പനല്ലേ? കരിമ്പനോള് കയറി കൈ വിട്ട് ഇങ്ങനെ കളിക്കാം. അത് ചെമ്മീൻ മധു. ചെമ്മീനിൽ നിങ്ങൾ ഇവിടെ സിനിമ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ സിനിമ ചെമ്മീൻ ചാകര കാണാൻ വേണ്ടി മാത്രം എത്ര തവണ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചെമ്മീൻ അച്ചാറ്, ചെമ്മീൻ ചമ്മന്തി. എന്റെ വീട്ടില് ചെമ്മീൻ മയാണ്. ഉണക്ക ചെമ്മീന്റെ മണം അല്ലേ? അപ്പോ ചെമ്മീൻ ബിസിനസ് നമുക്ക് തുടങ്ങാം. പൈസ അതെത്ര വേണമെങ്കിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഇതിനെ പറ്റി ഒരു ധാരണയില്ല. അങ്ങനത്തെ ഒരാളാണല്ലോ ഞങ്ങൾക്ക് വേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടത്? നിന്ന് തന്നാ മതി, കൺകണ്ട ദൈവമായിട്ട്. അത് ഞാനുണ്ട്. ഇവിടെ മൊത്തം നമുക്ക് ഇതിന്റെ പരിപാടികൾ ചെയ്തിട്ട് സെറ്റാക്കാം. ഇവിടെ മൊത്തം ഒരു ചെമ്മീന്റെ പ്രതിമ ഒരു വേണം. ഒരു 10-100 പണിക്കാർ, ബോട്ട് സർവീസ്. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ചെമ്മീനെ കൊണ്ട് ഇങ്ങനെ കടകടകടകടന്ന് കളിപ്പിക്കണം. കോടികൾ ചിലവാകുവേ. കോടികൾ. പൈസ ഒരു പ്രശ്നമല്ല. പൈസ കൂടിയിട്ട് മനസ്സിലായി പോയതാന്ന് തോന്നുന്നു. എന്താ? അല്ല, ഇങ്ങനെ മെന്റൽ സ്ട്രെങ്ത് ഒരാള് തന്നാ ഇനി ഞങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയും. അത് ഞാൻ ഏറ്റ്. അപ്പോ വെക്കുകയും പൊളിയാം. പിന്നെ ഒരു സർപ്രൈസ് കൂടെ പറയട്ടെ. എന്താ പറയട്ടെ? ശരിക്കും ഇന്ന് വീട്ടിൽ ഉച്ചക്ക് ചെമ്മീൻ കറിയാ. തെറ്റിയില്ലേ? ഇങ്ങനെ ഒരാളെയാ ഞാൻ തേടി നടന്നത്. ഇങ്ങനത്തെ ഒരാളെ ഞാനും തേടി നടന്നത്. സീമേ, എടി സീമേ. എന്താ? അയ്യോ, എനിക്ക് സമയമില്ല. അടുപ്പത്ത് സാധനം. നീ ഉരയ്ക്കുന്നതൊക്കെ അവിടെ വെച്ച് ഇവിടെ ഇരിക്കും. എന്താ? ഇവിടെ ഇരിക്കേ. എന്താ? ഞാൻ ആരാ? എന്റെ ഭർത്താവ്. ഈ നാട്ടിൽ ഈ ബാലൻ ആരാ? ഒരു വരുമാനമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ. അത് ഇന്നലെ വരെ. നാളെ മുതൽ ഞാൻ കോടീശ്വരനായ ബാലനാണ്. കോടീശ്വരനായ ബാലൻ. അതെന്താ? ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചതല്ല, എനിക്ക് പണിയില്ലെന്നാണല്ലോ പല ആൾക്കാരും പരാതി. ഞാനേ ആ പരാതി തീർക്കാൻ പോവാ. ചെമ്മീൻ ഫാക്ടറി തുടങ്ങിയിട്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ? എടി, അത് തുടങ്ങുന്നത് ഞാനാണ്. അതിനൊക്കെ പൈസ വേണ്ടേ? പൈസക്കുള്ള ഒരാളുടെ കയ്യിൽ വന്ന് പെട്ടിട്ടുണ്ട്. ബാലനോട് അവര് യാചിച്ചു കൂടെ നിൽക്കാൻ. ബാലനെ സഹായിച്ചല്ലേ പരിചയമുള്ളൂ. സഹായിച്ചു.
ഈ നാട്ടിൽ എല്ലാവർക്കും ഞാൻ പണി കൊടുക്കാൻ പോവാ. ആ അതിപ്പോ തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. ജോലി കൊടുക്കാൻ പോവാന്ന്. ആ അങ്ങനെ. ആ. ഈ നാട്ടിൽ ഇനി ഒരൊറ്റ ആളും ജോലി ഇല്ലാണ്ടിരിക്കില്ല. എല്ലാവർക്കും ജോലി, എല്ലാവർക്കും. ഇത്ര ഒച്ച പറയണ്ട, എനിക്ക് കേൾക്കുന്നുണ്ട്. അല്ല, ഞാനെന്റെ സന്തോഷം കൊണ്ട് പറയാണേ. ആ. ബാലിനെ കൊണ്ട് ഈ നാട്ടുകാർക്ക് എന്തൊക്കെ ഉപയോഗം ഉണ്ടാവുന്നത്. ഇനി മുതലേ ഞാൻ സാറാടി, സാറ്. അവന്റെ ബാലൻ സാറ്. അച്ഛനെ കൊണ്ട് വീണ്ടും ലോൺ എടുപ്പിക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അവന് പ്രാന്താടി. അങ്ങനെ പറയരുത്. പിന്നെ പ്രാന്തല്ല, മുഴുപ്രാന്ത്. അങ്ങനെ പറ. പിന്നൊരു കാര്യം, അടുത്ത ആഴ്ച ചെമ്മീൻ ഫാക്ടറി, അതിന്റെ അടുത്ത ആഴ്ച ഞാനൊരു വേൾഡ് ടൂർ പോവുകയാണ്. വേൾഡ് ടൂർ, ഓസ്ട്രേലിയ. എന്താ നീയും വരട്ടേന്നോ? ആ പോര് പോര് പോര്. ഇവിടെ അടുക്കളയില് പുകയൊക്കെ കൊള്ളുന്ന പെണ്ണുങ്ങൾ കാണട്ടെ ബാലന്റെ ഭാര്യ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. ശരിക്കും കൊണ്ടുപോവാന്നേ, പിന്നല്ലാതെ. ഇനി ഈ നാടിന്റെ മുഖച്ഛായ ബാലൻ മാറ്റാൻ പോവുകയാണ്. ഇനി ഇത് ബാലൻ സ്വപ്നം കണ്ട കോഴിക്കോട്ടങ്ങാടിയാവും. അനുഭവിക്കാനും വേണേ ഒരു യോഗം. എന്താണ് പോയൊരക്ക് ഉച്ചക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? എന്റെ വിശപ്പ് പോയി. അയ്യോ അയ്യോ. ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെ തുള്ളിയ ചട്ടിയില്, കേട്ടിക്കില്ലെങ്കി? ആ എന്തിനാ ഇവിടെ പറഞ്ഞേ? അത് നമ്മള് ചെമ്മീൻ കമ്പനിയിലേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. ശരിയാ. അല്ല, ഈ പപ്പുപിള്ള പറയുന്ന കാര്യങ്ങൾ വല്ലതും നടക്കുവോ? നടക്കാത്ത കാര്യം പപ്പുള്ള പറയൂല. നിങ്ങളെ സമയം അങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കല്ലേ ലേഡീസേ. നിങ്ങളെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് കുത്തി തിരുപ്പുന്നു. എന്നിട്ടാണ് നാട്ടുകാരെ മൊത്തം ദുഷ്പ് വിളിച്ച് പറയുന്നത്. ഈ സമയമൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്തൂടെ? ഞങ്ങളെ കമ്പനിയിൽ ജോയിൻ ചെയ്യുങ്ങള്, എന്റെയും ബാലേട്ടന്റെയും കമ്പനിയിൽ. പിന്നെ നിങ്ങളൊക്കെ ആരാ? ലക്ഷപ്രഭുക്കളല്ലേ? നീ പറയുന്നതൊക്കെ കറക്റ്റ് ആണോ? കറക്റ്റ് അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നാട്ടുകാരായ ലേഡീസിനോട് ഞാൻ പറയോ? നമ്പക്കും പോയാലോ? ഞാൻ റെഡിയാ, നീ വരുന്നോ? വിദ്യാഭ്യാസം വേണോ അതിന്? കൊഞ്ചം നുള്ളാൻ എന്തിനാണ് വിദ്യാഭ്യാസം? നിങ്ങളൊന്ന് നുള്ളി എറിഞ്ഞാ മതി, മിഷൻ പിടിച്ചോളും. എറിയേണ്ട ഒരൊറ്റ പണി മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയുള്ള പണി മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാന്നറിയോ? മൊത്തം ഇറ്റലി, ജർമ്മനി, എത്യോപ്യ, കാനഡ എല്ലാ സ്ഥലത്തേക്കും കയറ്റി വയ്ക്കല്ലേ. ഇംഗ്ലീഷുകാരെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതാരുണ്ടാക്കിയതാ? ഇത് നമ്മളെ ശാന്തന്റെ ചെമ്മീനല്ലേ? ഇത് നമ്മളെ സുലോചനന്റെ ചെമ്മീനല്ലേ? പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ലോകം അറിയപ്പെടുന്ന ലേഡീസ് ആയില്ലേ നിങ്ങള്? ചെമ്മീൻ കമ്പനിയിൽ ജോലി കിട്ടിയിട്ട് വേണം ആദ്യത്തെ ശമ്പളം കൊണ്ടൊരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ. ഓൻ പറഞ്ഞതുപോലെ സമയം സേവ് ചെയ്യാലോ. ഞാൻ പറഞ്ഞതേ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിട്ടോ. 5 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാലേന്റെ ചെമ്മീൻ കമ്പനിയിൽ നിങ്ങൾ പണി കിട്ടും. കൊയിലാണ്ടിയിൽ 10 ലക്ഷം ഉറുപ്പ്യ കൊടുത്താലേ ആ റബ്ബർ കമ്പനിയിൽ നിങ്ങൾ പണി കിട്ടുള്ളൂ. മണീച്ചയില് കുറച്ച് പൈസ കിട്ടിനി, അതെടുത്ത് ഇതിലിട്ടാലോ? എന്ത് മണിച്ചേ? ആ കിട്ടി തന്നെ, അതവിടെ നോട്ടെ. അത് കണ്ടിട്ട് ബാലേന്റെ ചെമ്മീൻ കമ്പനിയിലേ വരണ്ട, അത് കിട്ടാൻ പോണില്ല. അതുകൊണ്ടാ. എന്നാലും എനിക്ക് അവിടെ ഒരു പണി കിട്ടിയേക്കൂ. അല്ല വേളെ, ഇത്രയും നേരം ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന അതല്ലേ 5 ലക്ഷം ഉറുപ്പ്യ എടുത്താ അണക്കും കിട്ടും അവിടെ പണി. 5 ലക്ഷം ഉറുപ്പ്യൊക്കെ ഞാൻ ഏടുന്നുണ്ടാക്കാനാ? ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താരോ, നമ്മള് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഈ 5 ലക്ഷം ഉറുപ്പ്യ കൊടുത്താലേ മുമ്പക്ക് ചെമ്മീനെന്നുള്ള അവിടുത്തെ മുതലാളി ചെമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കേ. എല്ലടോ, ഇങ്ങനെ കുത്തിരി കേക്കുണ്ടല്ലോ, ഞാൻ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവുണ്ടോ? അതല്ലടോ, ഞാൻ ആലോചിക്കുക 5, 10 ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക? എടോ 10 കൊയിലാണ്ടിയില് ബാലേട്ടന്റെ ചെമ്മീൻ കമ്പനിയിലെ 5 ലക്ഷം ഉറുപ്പ്യ മതി, വെറും 5 ലക്ഷം ഉറുപ്പ്യ. 5 ലക്ഷം വേണ്ടേ? എടോ, അന്റെ കൈത്തിലും കൈമലും കിടക്കുന്നൊക്കെ എടുത്ത് പണയം വെച്ചാ പോരെ തൽക്കാലോ? ഇത് ഗ്യാരണ്ടി എടോ. അയ്യേ, ഗ്യാരണ്ടി ഇനി? ഞാൻ വിചാരിച്ച സ്വർണ്ണാന്ന്. ആ പ്രതീക്ഷയും പോയി. അതൊക്കെ പോട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട എന്താരോ, മുമ്പള് നന്നായ ഈ നാട് നന്നാവും, ഈ നാട് നന്നായ ഈ രാജ്യം നന്നാവും, ഈ രാജ്യം നന്നായാലോ ഈ ലോകം തന്നെ അങ്ങ് നന്നാവും. ലോകവും രാജ്യം ഒന്നും നന്നാകണ്ട, ഞാനും എന്റെ കുടുംബവും ഒന്ന് നന്നായാ മതി. അത് നന്നാവണമെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഈ ഒരു 5 ലക്ഷം ഉറുപ്പ്യ വാങ്ങിവാ. അന്ന നന്നാക്കുന്ന കാര്യം ഞാനും ബാലേട്ടനായിട്ട്. മുമ്പക്ക് പുഴയൊക്കെ ഉണ്ടാക്കാനോ? പുഴയുണ്ടെങ്കിലല്ലേ ചെമ്മീനെ വളർത്താൻ പറ്റുള്ളൂ. അനക്ക് നല്ല വിവരമുണ്ട്. ഈ വിവരം ഈ ചെമ്മീൻ കമ്പനിയിൽ പണി വാങ്ങിയെടുക്കുന്നതിൽ കാണിക്കണം കേട്ടോ. വേഗം പോയി പൈസേന്റെ കാര്യം. അയ്യോ, ഞാനുണ്ടേ. അതിനിപ്പോ എടുത്ത് കളയേണ്ടി വരുവാ. കളയണ്ടെന്നേ, എനിക്ക് ഇങ്ങനെ സീമേച്ചി. ഓ അല്ല,
ഇതെന്താ രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വലിയ പത്രാസിലാന്നല്ലോ. ഇനി ഞാൻ ആ പഴയ രാഷ്ട്രീയക്കാരൻ ബാലന്റെ ഭാര്യയല്ലല്ലോ. ഞാനിപ്പോ ബിസിനസ്സുകാരൻ ബാലന്റെ ഭാര്യയല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ വേണം നടക്കാൻ. ബിസിനസ്സോ? എന്ത് ബിസിനസ്? ബെസ്റ്റ്. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ബാലേട്ടൻ പുതിയ ചെമ്മീൻ ഫാക്ടറി വാങ്ങിയില്ലേ? ഇപ്പൊ 1, നാളെ 2, മറ്റന്നാ 3, പിന്നെ പുഴ വാങ്ങണം. പുഴ വാങ്ങാനോ? 1-2 പുഴയിലൊന്നും ഞങ്ങൾ ഈ ചെമ്മീൻ നിൽക്കില്ല. ഇത്ര വണ്ണത്തിലുള്ളതാന്നേ. പിന്നെ ജോണിക്കുട്ടി ഇപ്പോഴും മുനിസിപ്പാലിറ്റി തന്നെയാണല്ലോ അല്ലേ? അതെ ചേച്ചി. ഞാൻ നോക്കട്ടെ, പാലേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ജോലിക്കാരൊക്കെ ആയി, എന്നാലും ഞാൻ നോക്കട്ടെ. സംസാരിച്ച് നോക്കാം. പിന്നെ വേറൊരു കാര്യം, ഇനി എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ. ബാലേട്ടൻ ഓസ്ട്രേലിയക്ക് പോകും, അപ്പൊ ഞാനും പോവും. ബാലേട്ടൻ ബിസിനസിന്റെ ആവശ്യത്തിന് പോവാണ്, പക്ഷെ എനിക്ക് ഓസ്ട്രേലിയ ഒക്കെ ഒന്ന് കാണാലോ. നീ ഓസ്ട്രേലിയ കണ്ടിട്ടുണ്ടോ? ഇല്ല ചേച്ചി. സാരല്ലേടി, ഞാൻ പോയിട്ട് എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. പോട്ടെ. അയ്യോ, ഇതെന്താ ഇങ്ങനെ? എന്തല്ലാതെ പഴയൊരു ഉഷാറൊന്നും ഇല്ലാലോ. ഞേടിയാ പോട്ടെ പോട്ടെ പോട്ടെ, വാ. എന്നെ കൊറേയാലോ കണ്ടിട്ട്. അടുപ്പിക്ക്. എന്നെ കൊറേയാലോ കണ്ടിട്ട്. ഇനി ഏടിയാ എപ്പോന്ന്? ഇന്നെ കണ്ടിട്ട് കൊറേ ആയല്ലോ. അത് ശരി, ഇങ്ങള് നല്ല ആളാ. ഉള്ള സമയം മൊത്തം പുഴ കൂടെ തോഞ്ഞ ഇന്നെ കാണുങ്ങള്. തടിയൊക്കെ നന്നാക്കിയല്ല എന്റെ മോനെ, കണ്ണ് വെക്കല്ല. അടക്കേ തോണിയൊന്ന് കെട്ടിക്കോട്ടെ. തോണിയല്ലോ, അന്നൊന്നും വേക്കോട്ട് പോകാണല്ലോ. തൊളള്ള തോണിയാണല്ലോ. തോണിയെല്ലാം കൂടി പോയടോ. പണിയൊന്നുമില്ല, എന്താ ചെയ്യാ. ഉള്ള കാലം തോണിയും തോഞ്ഞിങ്ങനെ നടന്നോളിങ്ങള്. മീനാന്നേ പഴയ പോലുള്ള വിലയൊന്നും കിട്ടുന്നില്ലടോ. ഇപ്പം ഗൾഫുകാരടുത്തൊന്നും ഒരു പൈസ ഇല്ല, എന്താ ചെയ്യാ. ശരി, നിങ്ങള് മീനൊക്കെ എടുത്ത് ഗൾഫുകാരെടുത്തേക്ക് കൊണ്ടുപോകുക. അല്ലടോ, പണ്ട് 100 കൊടുത്ത 500 നോട്ടും കൊണ്ട് തരും, ബാക്കി ഇഞ്ഞോടെ വെച്ചോന്ന് പറയും. എന്റെ മോനെ, ഇപ്പൊ എന്താന്ന് വെച്ചാല് 100 മീൻ കൊടുത്താല് 50 പോരെ ഇങ്ങോട്ട് വയ്ക്കും. എന്താ ചെയ്യാ. പിന്നെ നിങ്ങൾ തോണി ഒക്കെ ഒഴിവാക്കിയിട്ട് വലിയ വാഹനം വാങ്ങാനുള്ള പരിപാടിയുടെ കാര്യമായിട്ടാണ് ഞാൻ വന്നത്. എന്താ കപ്പൽ വാങ്ങാൻ? കപ്പലല്ല, നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങാം. എന്റെ മോനെ, ഞാൻ ഈ തോണിയായിട്ട് എങ്ങനെയും തട്ടിയും മുട്ടി അങ്ങ് പോകും. ഓന്റെ ഒരു വിദ്യ. ബാബട്ടെ, നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയാൽ മതിയോ? തട്ടാണ്ട് മുട്ടാണ്ട് പോണ്ടേ? എന്താന്ന്? തട്ടാണ്ട് മുട്ടാണ്ട് പോണ്ടേ? അതിനുള്ളൊരു വകുപ്പായിട്ടാ ഞാൻ വന്നത്. എന്താന്നോ, നമ്മളെ നാട്ടിലുണ്ടല്ലോ അടിപൊളി ഒരു ചെമ്മീൻ ഫാക്ടറി വരാൻ പോവാ. കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ വലിയ വിദേശ മലയാളിയെ കൊണ്ടുവരുന്നത്. ഇതിന്റെ മെയിൻ ആളാരാന്നറിയോ? നമ്മളെ ബാലേട്ടനാ നടത്തിപ്പ്. ഏത് നമ്മളെ ബാലനോ? നമ്മളെ സ്വന്തം ബാലേട്ടൻ, എന്റെ ബാലേട്ടനോ. മൂപ്പര് നടത്തിപ്പാണെങ്കിലും ഞാൻ ആ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നിങ്ങൾക്ക് എന്റെ വിശ്വാസമല്ലോ. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ഈ ചെമ്മീന്റെ മീശന്നുള്ളിൽ കുത്തിരിഞ്ഞാ മതിയോ? പോരാ. അപ്പൊ എന്താണ്, രക്ഷപ്പെടണ്ടേ? വേണോ? ഈ ഉണക്ക മുണ്ട് ഷർട്ടിട്ട് ഇങ്ങനെ നടന്നാലോ എങ്ങനെ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ? അതിനിപ്പോ എന്താ ചെയ്യാ? അതിന് ചെയ്യാനുള്ള വകുപ്പായിട്ടാ ഞാൻ വന്നത്. നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ വീട്ടിൽ നിന്ന് നല്ല അടിപൊളി ഷർട്ടും നല്ല പാന്റും ഇൻസൈഡൊക്കെ ചെയ്തിട്ട് ഓവർകോട്ടൊക്കെ ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ് ഇടുന്ന്, പോരാത്തതിന് ഷൂ ഒക്കെ ഉണ്ടല്ലോ, സ്വന്തം ഇടണ്ട, ഇട്ടുതരാൻ ആളുണ്ടാവും, പോളിഷ് ചെയ്ത് തരാൻ ആളുണ്ടാവും. ലക്ഷറി വണ്ടിയിലേക്ക് അങ്ങോട്ട് കേറുന്ന് 100 സ്പീഡിൽ ഓഫീസിലെത്തുന്ന്, ഡോർ ആള് തുറന്നു തരുന്ന്, ഓഫീസ് കേറിയിരിക്കുന്നു, മൊത്തം എയർ കണ്ടീഷൻ അല്ലേ. പിന്നെ പേപ്പർ വർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ ഇങ്ങനെ പേപ്പറിൽ എഴുതി കുടിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെയും വണ്ടിയിലേക്ക്. എന്താ ചിന്തിക്കണങ്ങള്? ഇതിനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? നിങ്ങളൊന്നും ചെയ്യണ്ട, എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ ചെയ്തോളൂ. പോട്ടെ പോട്ടെ അങ്ങോട്ട് പോട്ടെ. ഇതൊക്കെ ഒഴിവാക്കി ഞാൻ എന്താ പോടേന്ന്. പോട്ടെ വന്നുണ്ടോ? ഒക്കെ പോട്ടെ. ഞാനിപ്പോ വരാം. 5 മിനിറ്റ്. ബാബേട്ടൻ പറഞ്ഞ മാതിരിട്ടോ. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരും. ശരി. ഓക്കെ. എന്റെ അമ്മേ, ഇതെന്താ പരിപാടി ഇത്? അതെ, റിപ്പോർട്ട് തയ്യാറാക്കണ്ടേ? ചെമ്മീൻകെട്ട് നിർമ്മാണത്തിന്റെ ചെലവ് എത്രയാണ്? വില പിടുത്തണ്ട? അല്ല, അതൊക്കെ നിങ്ങളല്ലേ. അതാ പറഞ്ഞത്. ബാലരമൊക്കെ ഉണ്ടല്ലോ. ഇത് വഴി കണ്ടുപിടിക്കാം. ഇത് നമ്മള് എല്ലാ മേഖലയിലും ഇത്രയ്ക്ക് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണ കേസ് അറിയോ? നിർമ്മാണ ചെലവ് 7 ലക്ഷം രൂപ, വീടാന്തരമുള്ള സേവനം അതൊരു 15 ലക്ഷം രൂപ. റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കാൻ എങ്ങനെ അറിയോ? എങ്ങനെയാ? ഒരു ബിസിനസ് തുടങ്ങും മുമ്പ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ
വരവെത്ര ചെലവെത്ര ഇതൊക്കെ നമ്മള് അത്രയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതാണല്ലോ റിപ്പോർട്ട് കൊടുക്കുക. അതെ അതെ. അല്ല ബാലേട്ടാ, നിങ്ങൾ ഇതിന്റെ മുമ്പ് പ്രൊജക്റ്റും റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിനോ? നീ എന്താണ് എന്നെ പറ്റി മനസ്സിലാക്കിയത്? ഒരു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ MBA-കാരന്റെ ബുദ്ധിയും CA-കാരന്റെ കഴിവും ബിസിനസ്സുകാരന്റെ തന്ത്രമുള്ളവനായിരിക്കണം. ഞാനൊരു റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ അതാരും ഒന്ന് വായിച്ചു പോലും നോക്കാണ്ട് സൈൻ ചെയ്ത് കൊടുക്കും. അതെന്റെ റിപ്പോർട്ട്. അതൊക്കെ ശരിയായിരിക്കും. മുനിസിപ്പാലിറ്റി ഉള്ളത് ഒപ്പിടേണ്ട ആള് ഒപ്പിടണ്ട ജോണിക്കുട്ടിയല്ലേ? അതിന് അല്ല, ഓൻ എന്തെങ്കിലും ഇടങ്കോല് വെച്ചാലോ? ജോണിക്കുട്ടി ഇടങ്കാല് വെച്ച് അവന്റെ കാല് ഞാൻ വിട്ടും. അത് മതി. എന്നെ അറിയില്ല അവന്. ഇന്റെ ശമ്പളം എന്തെങ്കിലും എനക്കെന്തിനാ ശമ്പളം? നിങ്ങളെത്ര ഇട്ട്? പേടിക്കണ്ട, 2 ഇട്ടുണ്ട്. 2000? 2000 അല്ല, 2 ലക്ഷം. 2 ലക്ഷോ? നിങ്ങളെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്ട് തന്നെയാ. ഇവിടെ ഫണ്ട് ഇഷ്ടംപോലെ കെട്ടിക്കിടക്കില്ല, എടുത്ത് ലാവിഷായി ചെലവാക്കണ. ഒക്കെ റെഡിയാക്കി. പ്രൊജക്ട് റിപ്പോർട്ട്. ഇനി ആരെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ പ്രധാന നടത്തിപ്പുകാരന്റെ സിഗ്നേച്ചർ ഉണ്ട്. അതുപോലെ മതി മതി, അങ്ങനെ പറഞ്ഞാൽ മതി. ശരി, ഓക്കെ. നിങ്ങളെ കണ്ടിട്ടില്ല, ഞാൻ തെണ്ടി പോവാൻ. നാലേട്ടനല്ലേ? നിങ്ങൾക്കൊന്ന് പോയിക്കൂടാ അങ്ങോട്ട്? എന്തിന്? ജോണിക്കുട്ടിനെ ഒന്ന് കാണാലോ. എന്ത്? അല്ല, വെറുതെ. എടാ, ജോണിക്കുട്ടി ഗേറ്റിനടുത്തേ വരട്ടാ. ഞാൻ പുറത്തല്ല നിൽക്കുന്നത്. ആണുങ്ങൾ പുറത്തല്ല ഉണ്ടാവുക, അകത്ത് കയറി വിളിച്ചിരിക്കുവോ? എന്നാ വേണ്ട, പോണ്ട. അല്ല, പോ. വേണ്ട വേണ്ട, വാ. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ഇവിടെ നന്നായി. ഇവിടെ നന്നായി. ഞമ്മളെ പോയിക്കോ. ചെമ്മീൻ വളർത്ത് കേന്ദ്ര നിർമ്മാണ ചെലവ് മൂലധനം 3 കോടി രൂപ. നല്ല പ്രാസം. ചെലവ് ചെമ്മീൻ കെട്ട് നിർമ്മാണ ചെലവ് 35 ലക്ഷം രൂപ. നീന്തൽ വിദഗ്ധരുടെ സേവനത്തിന് ആവശ്യമായ സംഖ്യ 10 ലക്ഷം രൂപ. അവിടെ സ്വിമ്മിംഗ് പൂൾ അങ്ങ് നടത്തുന്ന മുങ്ങിപ്പോകുന്നവരെ രക്ഷിക്കാൻ അത് പ്രധാന ഉപദേശകന്. ഓ, അങ്ങനെ പ്രധാന. കാറ് വാങ്ങാൻ ഉപയോഗിക്കുന്ന സംഖ്യ 1 കോടി രൂപ. കുറഞ്ഞു പോയല്ലോ. ചെമ്മീനൊക്കെ ആകുമ്പോൾ അത് കൊണ്ടുപോകാൻ ലേശം സ്റ്റാൻഡേർഡില് മറ്റേ റോൾസ് റോയ്സ് പോലത്തെ കാറൊക്കെ വേണ്ടി വരും അല്ലേ? പ്രധാന നടത്തിപ്പുകാരന്റെ താമസ വാടക 35,000 പ്രതിമാസം. കെട്ട് നിർമ്മാണം 75 ലക്ഷം. കാരവൻ ഒരെണ്ണം ഷൂട്ട് നടക്കുന്നുണ്ടോ? അല്ല, അത് പ്രധാന പ്രധാന നടത്തിപ്പുകാരന്റെ ചെലവ് 50,000 ഒരു മാസം. അതുണ്ടാവുമല്ലോ. കാറിനുള്ള ഇന്ധന ചെലവ് 55,000 പ്രതിമാസം. ഓഹോ, എത്ര കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട്? 2 കിലോമീറ്റർ വരും. അപ്പൊ എന്തായാലും വേണ്ടി വരും. 55,000 പോരാ എന്റെ അഭിപ്രായത്തിൽ. ചെമ്മീൻ വിളകൾ വാങ്ങുന്നതിന്, വിത്ത് വാങ്ങുന്നതിന് 12,500. 12,500 രൂപ. അത് ശരിക്കും കുറഞ്ഞു അല്ലേ? അതിപ്രധാന. അതെ 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 അതെ. ചെമ്മീൻ കെട്ടിലേക്കുള്ള വെള്ളം സംഭരിക്കാൻ 15,000. ഓക്കെ. അല്ല പലേട്ടാ, ആ പോയാളെ കാണുന്നില്ലല്ലോ. പോയാൻ കൊറേ നേരമായില്ലേ പോയിട്ട്? കുറെ സൈൻ ചെയ്യാണ്ടാവൂലേ? വേറെ പേപ്പറുകളിലൊക്കെ സൈൻ ചെയ്യാണ്ടാവും. അതൊക്കെ നടക്കട്ടെ. സൈൻ മാറിപ്പോയോ? പ്രധാന നടത്തിപ്പുകാരന്റെ കോളങ്ങളിലൊക്കെ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പേടിക്കാനില്ല. പിന്നെ കിഴങ്ങ് ഇട്ട സൈനൊക്കെ തെറ്റിയിട്ട് മാറ്റിയിട്ടിട്ട് വെറുതെ കുറെ അതൊന്നും കുഴപ്പമില്ല. സാറേ, ഇത് എൻ്റെ ഫാമിലിന്റെ ഒരു അഭിലാഷാണ്. അത് മനസ്സിലാവുന്നുണ്ട്. ഈ കവിത വായിച്ചപ്പോ മനസ്സിലായി എനിക്ക്. ഇത് പ്രോജക്ട് റിപ്പോർട്ടല്ല, ഇത് അഹന്തക്കാരന്റെ അത്യാഗ്രഹ കുറിപ്പാണ്. അല്ലാണ്ട് ഞാനിതിനെന്താ പറയാ? പ്രധാന ഉപദേശം അല്ല, പ്രഥമനും പ്രധാന ഉപദേഷ്ടാവൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രധാന നടത്തിപ്പുകാരനും മാറിക്കട്ടെ. നിങ്ങൾ ഈ കമ്പനി തുടങ്ങുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? അതെ. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു MBA-കാരനെ കാണുക. എന്നിട്ട് കൃത്യമായിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾ നിങ്ങൾക്ക് കൃത്യമായൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി തരും. അതിവിടെ കൊണ്ടെത്തുന്ന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സംരംഭങ്ങൾക്കുമുള്ള സബ്സിഡി അടക്കം എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അല്ലാതെ നിങ്ങൾ ഈ പ്രധാന ഉടായ്പുകാരനുണ്ടല്ലോ, ആരാ ഇതിന്റെ പ്രധാന നടത്തിപ്പുകാരൻ? നമ്മളെ ബാലൻ. അപ്പൊ പിന്നെ ഇതൊന്നും കണ്ടാ പോരാ. എടോ, താൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ തന്നെ ഇത്. അല്ലാതെ പോയ പാടെ കുഴിച്ചുണ്ടാക്കിയെന്നല്ലോ.
അല്ലല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ നല്ല പൈസ ഇതുപോലെ പ്രധാന ഉടായ്പുകാരൻ ഉരുക്കി അങ്ങനെ അങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് അവരങ്ങനെ താഴ്ച വളരും. അവസാനം ബിസിനസ്സുകാരൻ കടത്തിലായി, ജപ്തി നോട്ടീസ് വന്ന് തൂങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കാരിന് തലവേദനയായി മാറും, ബാങ്കിന് അതൊരു ബാധ്യതയായി മാറും, വാർത്താ മാധ്യമങ്ങൾക്കൊക്കെ ഉത്സവമാവും. അങ്ങനത്തെ യാതൊരു അപകടത്തിലേക്കും പോകണ്ട. ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു MBA-കാരനെ കാണുക, നേരെ നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ടുമായിട്ട് ഇങ്ങോട്ട് വരിക. അല്ല വരട്ടെ, ഇവന് എവിടെ പോയി കിടക്കുക? വരൂടൂ, എന്നൊക്കെ തിരക്ക് നിൽക്ക. അപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് വേണ്ടിയായിരിക്കണം, കമ്പനിയുടെ നല്ല നടത്തിപ്പിന് വേണ്ടിയായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രധാന നടത്തിപ്പുകാരനെ പ്രധാനമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായോ? എല്ലാം ശരിയായില്ലേ? എന്തിനാ ഇത്? പ്രോജക്റ്റ് റിപ്പോർട്ട്. ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്റെ പ്രോജക്റ്റിന് ആവശ്യമില്ല. ഇത് വെച്ചിട്ട് ഇനി എന്തെങ്കിലും പ്രോജക്റ്റ് നടത്തിക്കോ കേട്ടാ. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞില്ലേ? ആ പ്രധാന നടത്തിപ്പുകാരനെ ആദ്യം എടുത്ത് പുറത്തെറിയാൻ ആടെന്ന് പറഞ്ഞേ കേട്ടാ. ഇത് വെച്ച് നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്തോ. അതെ, ആ ജോണിക്കുട്ടി നമുക്ക് നല്ലൊരു പണി തന്നെന്നാ തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എവിടം വരെ പോകും നോക്കാം. എവിടെ പോവാനാ? ഇനി വീട്ടിൽ പോവാ. കഴിഞ്ഞതോ കഴിഞ്ഞില്ലേ? ശരിയാ, എല്ലാം കഴിക്കാം. നല്ല ചെമ്മീൻ കറി ഉണ്ടാവോ? ശബ്ദ കുത്തായിരിക്കൂലേ? നമ്മളെ കോഴിക്കോട്ട് അങ്ങാടിന്ന്